സംസ്ഥാനത്തെ വാഹനപ്രേമികൾക്കും മോട്ടോർ വ്ളോഗർമാർക്കും കടുത്ത മുന്നറിയിപ്പുമായി ഗതാഗത വകുപ്പ്. റോഡുകളിൽ അമിതമായ വെളിച്ചവും കാതടപ്പിക്കുന്ന ശബ്ദവുമായി പായുന്ന തരത്തിലുള്ള ഒരു വാഹന മോഡിഫിക്കേഷനും കേരളത്തിൽ ഇനി അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കി. വാഹന മോഡിഫിക്കേഷൻ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കർശനമായ നിയമാവലി അതേപടി സംസ്ഥാനത്തും ബാധകമായിരിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. നിയമസഭയെ ഒരേ സമയം ചിരിപ്പിക്കുകയും ഒപ്പം വലിയൊരു വിഭാഗം യുവാക്കളുടെ ആശങ്കകളെ മുൻനിർത്തി ചിന്തിപ്പിക്കുകയും ചെയ്തൊരു കൗതുകകരമായ ഒരു ചോദ്യോത്തര വേളയ്ക്കാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. കേരളത്തിലെ വാഹനപ്രേമികൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും റോഡുകളിലും തങ്ങളുടെ വണ്ടികൾ രൂപം മാറ്റി വരുത്തി തരംഗം സൃഷ്ടിക്കുന്ന വരും തലമുറയിലെ പൂക്കികൾ, ജൻസികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗം യുവാക്കൾ കാത്തിരുന്ന കൃത്യമായ നിയമമാണ് ഗതാഗത മന്ത്രി CP ജോൺ ഇന്ന് സഭയിൽ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് യുവാക്കളെ കയ്യിലെടുക്കാൻ രാഷ്ട്രീയക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഓർമ്മിച്ചുകൊണ്ടായിരുന്നു സജി ചെറിയാന്റെ കടന്നാക്രമണം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നമ്മുടെ നാട്ടിലെ ജൻസികൾക്കും പൂക്കികൾക്കും വാരിക്കോരി കൊടുത്ത പല വാഗ്ദാനങ്ങളും ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ നടപ്പാക്കാത്തത് അവരുടെ കടുത്ത രീതിയിൽ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ എന്നായിരുന്നു സജി ചെറിയാൻ ചോദിച്ചത്. സർക്കാർ യഥാർത്ഥത്തിൽ ഈ വാഹന മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ യുവാക്കളെ പറ്റിക്കുകയാണോ എന്ന ചോദ്യത്തിന് മുൻപിൽ ഗതാഗത മന്ത്രി CP ജോൺ കൃത്യമായ മറുപടി നൽകി. വാഹനങ്ങൾ അലങ്കരിക്കുന്നതിനോ രൂപമാറ്റം വരുത്തുന്നതിനോ പൂർണ്ണമായ നിരോധനമില്ലെന്നും എന്നാൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിന്റെ കടുത്ത ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് മാത്രമേ ഇത് സാധ്യമാകൂ എന്നും മന്ത്രി വ്യക്തമാക്കി. കളർ കോഡ് മാറ്റൽ, സുരക്ഷയ്ക്ക് ഭീഷണിയാകാത്ത തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ, വാഹനത്തിന്റെ ബോഡിക്ക് വെളിയിലേക്ക് അപകടകരമായി തള്ളി നിൽക്കുന്ന തരത്തിലുള്ള അലങ്കാരങ്ങൾ എന്നിവ അനുവദിക്കുന്നതിനെ കുറിച്ച് വകുപ്പ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. വിപണിയിൽ ലഭിക്കുന്ന ചൈനീസ് LED ലൈറ്റുകൾ വെച്ച് മറ്റു ഡ്രൈവർമാരുടെ കണ്ണടിപ്പിക്കുന്നവർക്കെതിരെയും രൂപമാറ്റം വരുത്തിയ സൈലൻസറുകൾ ഉപയോഗിച്ച് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നവർക്കെതിരെയും കടുത്ത നടപടി തുടരും. ചുരുക്കത്തിൽ നിയമത്തിനുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം വണ്ടിയൊന്ന് ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ വാഹനപ്രേമികൾക്ക് പുതിയ സർക്കാർ നയം വലിയ ആശ്വാസം നൽകും. എന്നാൽ മോട്ടോർ വ്ളോഗിങ്ങിന്റെയും റീൽസിന്റെയും പേരിൽ റോഡുകളിൽ അഭ്യാസ പ്രകടനവും നിയമലംഘനവും നടത്താനാണ് ഭാവമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കനത്ത പിഴയും നടപടികളും ജൻസി നേരിടേണ്ടി വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇനി നിയമസഭാ സമ്മേളനത്തിന്റെ ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ച ഏറ്റവും വിപ്ലവകരമായ എന്നാൽ ഭാവി കേരളത്തിലെ റോഡ് സംസ്കാരത്തിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു പുതിയ പദ്ധതിയിലേക്ക് വരാം. 18 വയസ്സ് തികയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ +2 വിദ്യാർത്ഥികൾക്ക് ഇനി പഠനകാലത്ത് തന്നെ അതിനുള്ള ഔദ്യോഗിക വഴി തുറക്കുകയാണ്. ഇനി മുതൽ ഡ്രൈവിംഗ് നിയമങ്ങളും റോഡ് സുരക്ഷയും വെറും ബോധവൽക്കരണ ക്ലാസുകളിൽ മാത്രം ഒതുങ്ങില്ല, അവ കുട്ടികളുടെ പുസ്തകങ്ങളിലേക്ക് എത്തുകയാണ്. ഈ പദ്ധതി കേവലം മോട്ടോർ വാഹന വകുപ്പിന്റെ മാത്രം താല്പര്യമല്ല, ഇതിനായി വിദ്യാഭ്യാസ മന്ത്രിയുമായി അടിയന്തരമായി ആലോചിച്ച് സ്കൂൾ സിലബസിന്റെ ഭാഗമായി തന്നെ റോഡ് സുരക്ഷാ നിയമങ്ങൾ ഉൾപ്പെടുത്താനാണ് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ദേശിക്കുന്നത്. KSRTCയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മാത്രം ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങിക്കൊണ്ട് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയില്ലെന്നാണ് വകുപ്പിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ജനങ്ങളെയും ചെറുപ്രായത്തിൽ തന്നെ ശാസ്ത്രീയമായ ഡ്രൈവിംഗിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതി നിലവിൽ വരുന്നതോടെ RTO ഓഫീസുകളിൽ നീണ്ട ക്യൂവും കാത്തിരിപ്പും +2കാർക്ക് ഓർമ്മയാകും. റോഡുകളിൽ പൂക്കികളും ജൻസികളും കാട്ടിക്കൂട്ടുന്ന അഭ്യാസ പ്രകടനങ്ങൾക്ക് തടയിടാൻ വെറും പിഴകൾ കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഗതാഗത വകുപ്പ്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ റോഡിലിറക്കി നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ തന്നെ നാളത്തെ തലമുറയെ മികച്ച റോഡ് അച്ചടക്കമുള്ളവരാക്കി മാറ്റാൻ സ്കൂളുകളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള സർക്കാർ നീക്കം വലിയൊരു മാറ്റത്തിന് വഴി തുറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.